ജീസസ് റെയിൻസ്. യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ദൈവവചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകളാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പങ്കുവച്ച ചിന്തകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു, ഫലപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നാം പ്രകൃതിയിൽ കാണുന്ന പലതിനോടും സമാന്തരമായി അവിടുന്ന് പ്രവർത്തിക്കുവാനിടവരും. നദിക്ക് സമാന്തരമായി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കും. എണ്ണയ്ക്ക് സമാന്തരമായി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കും. കാറ്റിന് സമാന്തരമായി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കും. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ദാനമാകുന്നു പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് തീ പോലെ പ്രവർത്തിക്കുവാൻ സന്നദ്ധനാകും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ഭൂമിയിൽ കാണുന്ന തീയോട് സമാന്തരപ്പെടുത്തിയിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് വിശ്വാസികളോട് പറയുന്നു, ആത്മാവിനെ കെടുത്തരുത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. കെടുത്തരുത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെടുത്തരുത് എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും പ്രവൃത്തിയാണ് ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കെടുത്തരുത് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ച ആ സമയം മുതൽ തന്നെ, നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ സമയം മുതൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ നിമിഷത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ആത്മാവിന് ജീവൻ നൽകിയത് പരിശുദ്ധാത്മാവാണ്. അതിനുശേഷമുള്ള ഒരു രണ്ടാമത്തെ അനുഭവമാണ് പരിശുദ്ധാത്മാവിനാലുള്ള നിറവ്. പരിശുദ്ധാത്മാവ് ആ 1-ാം ദിവസം മുതൽ തന്നെ നിങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീയെ നിങ്ങൾ കെടുത്തരുത്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അഗ്നി പോലെ പ്രവർത്തിക്കുവാനിടവരുന്നു. അഗ്നി എല്ലായിടത്തുമുണ്ട്. അഗ്നിയെ പുറപ്പെടുവിക്കുവാൻ, തീയെ കത്തിക്കുവാൻ വേണ്ടി നാം അടുക്കളയിൽ പോകേണ്ട കാര്യമില്ല. ഗ്യാസിനരികിൽ ചെന്ന് നിൽക്കേണ്ട കാര്യമില്ല. എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ, ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ ഇടത്ത് തന്നെ എനിക്ക് തീയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഉരസൽ നടന്നാൽ മതി. കല്ലുകൊണ്ടോ തീ പുറപ്പെടുവിക്കുവാൻ പ്രാപ്തിയുള്ള എന്തെങ്കിലും കൊണ്ടൊരു ഉരസൽ നടക്കുകയാണെങ്കിൽ ആ ഉരസൽ മുഖാന്തരമായി തീനാളങ്ങൾ പുറപ്പെടുവാനിടവരും. നിങ്ങളും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു ഉരസൽ, ഒരു കൂട്ടിമുട്ടൽ നടക്കുകയാണെങ്കിൽ, ഒരു കോണ്ടാക്ട് ഉണ്ടാകുകയാണെങ്കിൽ അവിടുത്തെ അഗ്നി നിങ്ങളുടെ മേൽ പുറപ്പെടുവാനിടവരും. അവിടുത്തെ തീ നിങ്ങളുടെ മേൽ കത്തുവാനിടവരും. ഒരു മാച്ച് ബോക്സ് എടുക്കുക. ആ മാച്ച് ബോക്സ് കൊണ്ട് നിങ്ങൾ ആ കൊള്ളി എടുത്തിട്ട് ആ മാച്ച് ബോക്സിൻ്റെ അരികിലുള്ള സൾഫറിൽ നിങ്ങൾ ഉരസുന്ന സന്ദർഭത്തിൽ അവിടെ തീ ഉൽപ്പാദിതമാകുകയാണ്. ആ തീ ഉൽപ്പാദിതമാകുമ്പോൾ ആ തീ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കത്തുവാൻ ഒരു കൊള്ളി ആവശ്യമാണ്. ഒരു വസ്തു കത്തുവാൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ തീക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവുമായി ഒരു ഉരസൽ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഗുണവിശേഷങ്ങൾ അവിടെ വെളിപ്പെടുവാനിടവരും, പുറപ്പെടുവാനിടവരും. എന്നാൽ ആ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഗുണവിശേഷങ്ങൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി അതിന് വിധേയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമാണ്. സമർപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കത്തുവാൻ ഒരു വ്യക്തി തയ്യാറാകുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ കത്തിക്കുവാൻ തയ്യാറാകും. പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ഗുണമേന്മകൾ സ്വീകരിക്കുവാൻ ഒരു വ്യക്തി തയ്യാറാകുന്നുവെങ്കിൽ ആ വ്യക്തികൾ ധാരാളമായി പരിശുദ്ധാത്മാവ് തൻ്റെ ഗുണമേന്മകളെ പകരുവാൻ തയ്യാറാകും. പരിശുദ്ധാത്മാവ് അവിടുന്ന് നിങ്ങളെ കത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ഗുണമേന്മകൾ നിങ്ങളിലേക്ക് പകരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഭൂമിയിൽ തന്നെ നാം ആയിരിക്കുമ്പോൾ 4 എലമെൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് എവിടെയെങ്കിലും പാർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമി ആവശ്യമാണ്, വായു ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, അതേപോലെ തീ ആവശ്യമാണ്. ഈ 4 എലമെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പാർക്കുവാനുള്ള ഇടം നല്ല ഇടമായി തീരുകയുള്ളൂ. അതിൽ ഗൗരവമേറിയതാണ് അഗ്നി എന്ന് പറയുന്നത്. അഗ്നിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പലയിടങ്ങളിലും പല മതഗ്രന്ഥങ്ങളിലുമൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ഭൂമിയിൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ
അഗ്നി സമാനമാകുന്ന പ്രവൃത്തികൾ ആ വ്യക്തിയിൽ വെളിപ്പെടുവാനിടവരും. അതിനെക്കുറിച്ചാണ് എനിക്ക് പരാമർശിക്കുവാനുള്ളത്. പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടിമുട്ടൽ നടന്ന പല വ്യക്തികളുടെയും ചരിത്രം നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധേയമാകുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെക്കുറിച്ചുള്ള പരാമർശം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മിക്ക അധ്യായങ്ങളിലും ഈ അഗ്നി, തീ എന്ന വാക്ക് ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവുമായി കൂട്ടിമുട്ടിയ ചില വ്യക്തികളെ ശ്രദ്ധിക്കുക. ഇശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പ്രവാചകനാകുന്ന ഇശയ്യാവിന് പരിശുദ്ധാത്മാവുമായി ഒരു കൂട്ടിമുട്ടലുണ്ടായി. 6-ാമത്തെ അധ്യായത്തിൽ ഉസിയാവ് മരിച്ച ആണ്ടിൽ ഇശയ്യാ പ്രവാചകന് ഒരു വലിയ വെളിപ്പാടുണ്ടായി. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് താൻ കണ്ടു. കണ്ട സമയത്ത് താൻ എന്താണ് അനുഭവിച്ചത്? സ്വർഗീയ ആരാധന താൻ അനുഭവിക്കുവാനിടയായി. ശറാഫുകൾ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട്, 2 കൊണ്ട് മുഖം മൂടി. ഹോവയാകുന്ന കർത്താവ് പരിശുദ്ധൻ 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 എന്ന് അവർ ആർക്കുവാൻ തുടങ്ങി. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ടു നിറഞ്ഞു. ആ വലിയ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ ആ ആരാധനയോടുള്ള പ്രതികരണം, ദൈവത്തിൻ്റെ മഹിമ കണ്ണാലെ ഇശയ്യാവ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനോടുള്ള ഇശയ്യാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഇശയ്യാവ് തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ താൻ കുറവുകളുള്ളവനാണ്, താൻ ഒത്തിരി കുഴപ്പങ്ങളും ശൂന്യതകളും ഉള്ളവനാകുന്നു എന്ന് മനസ്സിലായി. തൻ്റെ ശരീരത്തിൽ പാപത്തിൻ്റെ സ്വാധീനം ഇപ്പോഴും ഉണ്ട് എന്ന് തനിക്ക് മനസ്സിലായി. അവിടെ തൻ്റെ അധരം മലിനമാകുന്നു എന്ന് തനിക്ക് മനസ്സിലായി. ആ സന്ദർഭത്തിലാണ് താൻ നിലവിളിക്കുന്നത്, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ പാർക്കുന്നത്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഈ ശരീരം മുഴുവൻ പാപമാണേ. ആ നിലവിളിയോട് ദൈവം എങ്ങനെയാണ് പ്രതികരിച്ചത്? തൻ്റെ ദൂതനോട് കൽപ്പിച്ചു, ദൂതൻ പൊടുന്നനവേ ആ യാഗപീഠത്തിൽ നിന്നൊരു കനൽ കൊടിൽ കൊണ്ടൊന്ന് എടുത്ത് ഈ പ്രവാചകന്റെ അധരത്തിൽ തൊടുവാനിടയായി. അധരത്തിൽ തൊട്ട ആ നിമിഷത്തിൽ തന്നെ തൻ്റെ അധരം ശുദ്ധീകരിക്കപ്പെട്ടു. നിങ്ങളുടെ ശരീരത്തിലുള്ള പല പാപസ്വാധീനങ്ങളെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ നിങ്ങൾ സാധാരണ നേരിടാറില്ലേ? അതിനെ ചൊല്ലിയുള്ള ആരോപണങ്ങൾ, നിങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും. നിങ്ങളുടെ ശരീരം ശരിയല്ല, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴും പാപം വസിക്കുന്നു. ആ സംഘർഷങ്ങളുടെ നടുവിലാകുന്നു എങ്കിൽ അതിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ആത്മാവിനെ കെടുത്തരുതേ എന്ന് പറയുമ്പോൾ അവിടെയും പരിശുദ്ധാത്മാവിൽ ലഭ്യമാകുന്ന അത്ഭുതകരമാകുന്ന ഈ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള പരാമർശം പൗലോസ് നടത്തുന്നുണ്ട്. ആ പുസ്തകത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നു. ഒന്ന്, തനിക്ക് തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള ഒരു കൺസേൺ പൗലോസ് ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷമായിട്ട് അവിടെയുള്ള വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധിയെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷനാണ്. ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് പൗലോസ് കൊടുക്കുമ്പോൾ, ഉപദേശങ്ങൾ പൗലോസ് കൊടുക്കുമ്പോൾ വിശേഷിച്ചും ലൈംഗിക പാപങ്ങളിൽ നിന്ന് മാറിയിരിക്കുവാൻ വേണ്ടി അവരോട് കൽപ്പിക്കുകയാണ്. അതിൻ്റെ 4-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശരീരത്തിലുള്ള പാപത്തിൻ്റെ സ്വാധീനങ്ങളെ ജയിക്കുവാൻ കഴിയാതെ നാക്ക് അശുദ്ധം, കൈ അശുദ്ധം, കണ്ണശുദ്ധം, അങ്ങനെയുള്ള സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളിൽ തുടരണമെന്നല്ല, ആ അശുദ്ധിയിൽ തുടരണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്? നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ആ ശുദ്ധീകരണത്തിന് വേണ്ടി ദൂതൻ ഒരു കനൽ കൊണ്ടുവന്ന് യെശയ്യാവിൻ്റെ അധരത്തിൽ തൊടുമ്പോൾ ദൂതൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്, നീ ഇപ്പോൾ ശുദ്ധിയുള്ളവനായി തീർന്നിരിക്കുന്നു. അസാധാരണമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി നമ്മിലേക്ക് വരികയാണ് എങ്കിൽ നമുക്ക് ഈ ശരീരത്തെ ആത്മാവിൻ്റെ അധീനതയിൽ കൊണ്ടുവരുവാൻ കഴിയും. ഈ ശരീരം അതിൽ തന്നെ ദോഷമുള്ളതല്ല, അതിൽ തന്നെ കുഴപ്പമുള്ളതല്ല. ഈ ശരീരത്തെ നിർത്തേണ്ടതുപോലെ നാം നിർത്തുകയാണ് എങ്കിൽ, ആത്മാവിൻ്റെ അധീനതയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ ശരീരം ഒത്തിരി ഗുണമുള്ളതാണ്, ഒത്തിരി നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ശരീരത്തെ നിങ്ങൾ വിരോധിക്കരുത്. പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശരീരത്തിൻ്റെ ഇച്ഛകളെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങളിലുള്ള ആത്മാവിനെ സജീവമാക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെ ശക്തമാക്കുക. ഒരു മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. അവൻ്റെ ഈ ശരീരം മാത്രമല്ല, അവൻ്റെ ശരീരം, അവനിലൊരു പ്രാണനുണ്ട്, അവൻ്റെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവാണ്. ഇങ്ങനെ വേണമെങ്കിൽ നമ്മെക്കുറിച്ച് പറയുവാൻ കഴിയും, ഞാനൊരു ആത്മാവാണ്, എനിക്കൊരു പ്രാണനുണ്ട്, ഞാനൊരു ശരീരത്തിൽ വസിക്കുന്നു.
ഈ ശരീരം എന്ന് പറയുന്നത് ഒരു കൂടാരം പോലെയാണ്. പൗലോസ് അതുകൊണ്ടാണ് ഇതിനെ ഭൗമ ഭവനം എന്ന് പറയുന്നത്. ഇതൊരു ടെമ്പററി ഹൗസാണ്. തൽക്കാലം നമ്മളിവിടെ ജീവിക്കുന്നു. എത്ര കാലമാണ് നമ്മളിവിടെ ജീവിക്കുവാൻ പോകുന്നത്? ഏറിയാൽ 90 അല്ലെങ്കിൽ 100. അതിനുശേഷം ഒരു ദിവസം ഈ ലോകം വിട്ടുപോകും. മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. മരിക്കാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കുവാൻ കഴിയില്ല. അല്ല എങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടുകൂടി എടുക്കുന്നവർ അവർ മാത്രമാണ് മരണം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നവർ. അല്ലാതെയുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം മാറ്റപ്പെടുവാനിട വരും. അന്നുവരെ താൽക്കാലികമായി പാർക്കുവാനുള്ള ഒരു ഭൗമ ഭവനമാണ് ഈ ശരീരമെന്ന് പറയുന്നത്. ശരീരത്തിന് വേണ്ടി ജീവിക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവാണ്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് എങ്ങനെ ശക്തിപ്പെടുത്തുവാൻ കഴിയും? നിങ്ങളുടെ ശരീരത്തിന് ശക്തിയും ഊർജവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഭൗമികമായ ഈ നേച്ചറിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ ആത്മാവും ഭൂമിയിൽ നിന്നുള്ളതല്ല. ശരീരം മണ്ണിൽ നിന്നുള്ളതാണ്, ഭൂമിയിൽ നിന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മാവ് ഭൂമിയിൽ നിന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശ്വാസമാണ് നിങ്ങളുടെ ആത്മാവ്. ഉയരത്തിൽ നിന്നുള്ളതാണ് നിങ്ങളുടെ ആത്മാവ്. നിങ്ങളുടെ ആത്മാവിന് ഭൂമിയിൽ നിന്ന് ലഭ്യമാകുന്ന അരിയോ ഗോതമ്പോ വെള്ളമോ പഴവർഗ്ഗങ്ങളോ ഒന്നുമല്ല ആവശ്യമായിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിന് ആവശ്യമായിരിക്കുന്നത് ആത്മീക കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ നടത്തുന്ന ഈ പ്രഭാഷണത്തിലൂടെ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ ആത്മാവിന് ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭ്യമാകുന്ന ഗുണവിശേഷങ്ങളാണ് നിങ്ങളുടെ ആത്മാവിന് ഭക്ഷണമായി തീരുന്നത്. ആ ആത്മീക ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുക, നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തുക. നിങ്ങളുടെ ആത്മാവ് ആ നിലയിൽ ശക്തിയുള്ളതായി തീരുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ അധീനതയിലേക്ക് നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെ ആത്മാവിൻ്റെ അധീനതയിലേക്ക് ശരീരം വരികയാണ് എങ്കിൽ ഈ ശരീരത്തെ ആത്മാവിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റുവാൻ കഴിയും. നിങ്ങൾക്ക് ഞാനിപ്പോൾ പ്രഭാഷണം നടത്തുന്നത് പോലെ ദൈവവചനം പ്രസംഗിക്കുവാൻ കഴിയും. നിങ്ങളുടെ വായെ ആത്മാവിൻ്റെ ഒരു ഉപകരണമാക്കി തീർക്കുവാൻ കഴിയും. രോഗികളെ നിങ്ങൾക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. നിങ്ങളുടെ കൈകളെ ആത്മാവിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റുവാൻ കഴിയും. പാപ ശരീരമെന്ന് പേർ വിളിക്കുന്ന നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് നീതിയുടെ ശരീരമാക്കി തീർക്കുവാൻ കഴിയും. അത് പാപ ശരീരമല്ല, അത് നീതിയുടെ അവയവങ്ങളായി തീരുവാൻ പോകുന്നു. എപ്പോൾ ആത്മാവിൻ്റെ ഉപകരണമാക്കി നിങ്ങളുടെ ശരീരങ്ങളെ മാറ്റുക. നിങ്ങളിലെ പഴയ മനുഷ്യൻ്റെ ഉപകരണമാക്കി ഈ ശരീരത്തെ മാറ്റാതെ നിങ്ങളുടെ പുതിയ മനുഷ്യൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പുതുമനുഷ്യൻ്റെ ഉപകരണമാക്കി ഈ ശരീരത്തെ മാറ്റുമ്പോൾ ഈ ശരീരം വളരെ ഗുണപ്രദമാകുന്നു, പ്രയോജനമുള്ളതാകുന്നു, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഉപകരിക്കുന്നതാകുന്നു. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇശയ്യാവിൻ്റെ അധരത്തിൽ ദൂതൻ വന്ന് ആ കനൽ വയ്ക്കുന്നത്. അതോടുകൂടെ തന്നിലൊരു വലിയ മാറ്റം സംഭവിച്ചു. ഇപ്പോൾ മുതൽ ഞാൻ ഇനി പ്രസംഗിക്കുകയില്ല, പ്രവചിക്കുകയില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധ്യതയുള്ളൊരു പ്രവാചകനായിരുന്നു ഇശയ്യാ പ്രവാചകൻ. 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ തേജസ് കണ്ടതോടുകൂടെ, സ്വർഗത്തിലെ ആരാധന കണ്ടതോടുകൂടെ ഒരുപക്ഷെങ്കിൽ താനൊരു നിഗമനത്തിൽ എത്തിക്കാണും. ഇനിയും പ്രവചിച്ചിട്ട് കാര്യമില്ല, ഇത്ര അശുദ്ധനാകുന്ന ഞാൻ ഇനി പ്രവചിച്ചാൽ എന്തെങ്കിലും നടക്കുമോ? അങ്ങനെയുള്ള നിഗമനത്തിൽ എത്തുവാൻ സാധ്യതയുള്ള ഒരു പ്രവാചകനെ വീണ്ടും കനൽ കൊണ്ടുള്ള സ്പർശനം ഉത്തേജിപ്പിക്കുവാനിടയായി. വീണ്ടും തൻ്റെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുവാനിടയായി. വേണ്ടെന്ന് വയ്ക്കുവാൻ സാധ്യതയുള്ള കാര്യം ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കാതെ താൻ മുന്നോട്ട് പോകുവാൻ തയ്യാറായി. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ കർത്താവ് തന്നെ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ഇശയ്യാവ് പറയുകയാണ്, എന്നെ അയക്കണമേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പോകാം. 6-ാം അധ്യായം കൊണ്ട് അവസാനിക്കേണ്ടിയിരുന്ന ഒരു പ്രവാചകന്റെ ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ ഒരു സ്പർശനമുണ്ടായതോടുകൂടെ അടുത്ത 66 അധ്യായങ്ങളിലേക്ക് നീണ്ടുപോകുകയാണ്. അതിന്നും തീർന്നിട്ടില്ല. ഇന്നും നാം ഇശയ്യാ പ്രവാചകന്റെ പ്രവചനങ്ങൾ ആവർത്തിച്ച് പറയുന്നതിനാൽ അദ്ദേഹം ഇന്നും പ്രവചിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടഞ്ഞു പോകേണ്ട വായെ തുറക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അഗ്നി നാവുകളാക്കി നിങ്ങളുടെ നാവുകളെ കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ ചലിക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല, ഇനി മുന്നോട്ട് പോകുകയില്ല എന്നുള്ള തീരുമാനത്തെ മാറ്റി വീണ്ടും നിങ്ങളെ ഉത്സാഹമുള്ളവരാക്കി ഉത്തേജിപ്പിച്ച് നിങ്ങളെ വീണ്ടും നിങ്ങളുടെ പ്രവർത്തികളിലേക്ക് മടക്കി അയക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പ്രയോജനപ്രദമാണ്. ആ അഗ്നി ഇപ്പോൾ
തന്നെ നിങ്ങളെ തൊടുവാൻ ഇടവരട്ടെ. നാം കാണുന്നുണ്ടല്ലോ എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ചരിത്രം ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അന്ന് യേശു ക്രൂശിക്കപ്പെട്ടതിന് ശേഷമാണ് അവർ നിരാശയുള്ളവരായിട്ട് ആ പുനരുത്ഥാന ദിവസത്തിൽ അവർ എമ്മോസിലേക്ക് പോകുന്നത്, യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകുന്നത്. യെരുശലേമായിരുന്നു അവരുടെ യഥാർത്ഥ വിളിയുടെ സ്ഥലമെന്ന് പറയുന്നത്, അവരുടെ പ്രവർത്തന മേഖലയെന്ന് പറയുന്നത്. ആ ഇടം വിട്ടുപോകുവാൻ ഒരിക്കലും അവർ തയ്യാറാകരുതായിരുന്നു. എന്നാൽ അവർ കരുതി എല്ലാം തീർന്നു, ഇനി ഒന്നും നടക്കത്തില്ല, എല്ലാം അവസാനിച്ചു എന്നുള്ള നിഗമനത്തിലാണ് അവർ എമ്മോസിലേക്ക് പോകുവാൻ തയ്യാറായത്. അവരോട് ചേർന്നാണ് യേശു നടന്നത്. യേശു നടന്ന് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു. തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്ത സന്ദർഭത്തിൽ അവരിൽ എന്താണ് സംഭവിച്ചത്? അവരുടെ ഉള്ളം കത്തുവാൻ തുടങ്ങി. അവർക്ക് എമ്മോസിൽ ചെന്ന് എമ്മോസിൽ കുടുങ്ങിയിരിക്കേണ്ടതായി വന്നില്ല. ശേഷിച്ച ജീവിതം എമ്മോസിൽ ജീവിക്കേണ്ടതായിട്ട് വന്നില്ല. മറിച്ച് അന്ന് രാത്രിയിൽ തന്നെ ആ തീ കത്തിയവർ, ഉള്ളം കത്തിയവർ, അവർ തിരികെ അവരുടെ പ്രവർത്തന മേഖലയാകുന്ന യെരുശലേമിലേക്ക് മടങ്ങി വരുവാനിടയായി. നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകേണ്ടവരല്ല, നിങ്ങൾ പരാജയത്തിൻ്റെ വഴികളിലേക്ക് പോകേണ്ടവരല്ല, നിങ്ങൾ നാശത്തിൻ്റെ വഴിയാകുന്ന ശപിക്കപ്പെട്ട പട്ടണമാകുന്ന എമ്മോസിലേക്ക് പോകേണ്ടവരല്ല. മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരിക, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ ഉള്ളം കത്തുവാനിട വരും. ഉള്ളം കത്തിയാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക്, നിങ്ങളുടെ ദൗത്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവ് അഗ്നി പോലെ നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തിന്മകളെല്ലാം കത്തിപ്പോകുകയും വീണ്ടും ദൗത്യങ്ങളിലേക്ക് നാം മടങ്ങി വരികയും ചെയ്യും. ഇതിന് സമാന്തരമാകുന്ന ഒരു കൂട്ടിമുട്ടലാണ് അപ്പോസ്തലന്മാർക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിച്ചത്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. നോക്കുക, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന, അഗ്നിജ്വാല പോലെ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതിയിലെ ഒരു തീയല്ല. ഒരു മനുഷ്യൻ നോക്കിയാൽ പ്രകൃതിയിലെ തീ പോലെ തോന്നും. പരിശുദ്ധാത്മാവിൻ്റെ മഹിമ അവിടെ ഇറങ്ങുകയാണ്, ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങുകയാണ്. ഈ തീ എന്നതുകൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത്, ബൈബിളിലെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹിമ, തേജസ്, കർത്താവിൻ്റെ തേജസ് സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ ഇസ്രയേൽ മക്കൾക്ക് കത്തുന്ന അഗ്നി പോലെ തോന്നി. അവർ ദൂരെ നിന്ന് ദൈവത്തിൻ്റെ തേജസ്സിനെ നോക്കിയ സന്ദർഭത്തിൽ ആ തേജസ്സിനെ അവരെങ്ങനെയാണ് കാണുന്നത്? അവർ കാണുന്നത് കത്തുന്ന തീ പോലെ. തീ കത്തുന്നു, പർവ്വതം തീ കൊണ്ട് കത്തുകയാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ പ്രകൃതിയിലെ തീയായിരുന്നുവോ? അല്ലല്ല, പ്രകൃതിയിലെ തീയല്ലായിരുന്നു അത് തേജസ്സായിരുന്നു. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയപ്പോൾ അവർ നോക്കിയപ്പോൾ അവർക്ക് അഗ്നി പോലെയാണ് തോന്നിയത്. അത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലും സംഭവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അഗ്നിജ്വാല പോലെ, പ്രകൃതിയിലെ തീയല്ല, സ്വർഗത്തിലെ തീയാണ്, തേജസ്സാണ്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരുടെ ജീവിതം ആകമാനം മാറിയില്ലേ? അത്ഭുതകരമാകുന്നൊരു മാറ്റമാണ് അവർക്ക് സംഭവിക്കുവാനിടയായത്. ആ അപ്പോസ്തലന്മാരെല്ലാം ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാനിടയായി. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ഒരിക്കൽ അബ്രഹാം ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യുന്ന സന്ദർഭത്തിൽ മൃഗങ്ങളെ പിളർത്തി, അങ്ങനെയാണ് ആ ഉടമ്പടി അബ്രഹാം ചെയ്യുന്നത്. ഒരു യാഗമാണ്. മൃഗങ്ങളെ പിളർത്തി ആ യാഗത്തിലൂടെ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ സന്ധ്യയായപ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-17 നമുക്ക് കാണുവാൻ കഴിയുന്നു, ആ പിളർക്കപ്പെട്ട മൃഗങ്ങളുടെ ഇടയിലൂടെ ഒരു തീച്ചൂള, ഒരു കത്തുന്ന തീപ്പന്തം കടന്നു പോകുവാനിടയായി. അതുവരെയും യാഗങ്ങളിൽ തീയുടെ സാന്നിധ്യം നാം കണ്ടിട്ടില്ല. ഒന്നാമത്തെ യാഗം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നടക്കുന്ന യാഗമാണ്. മനുഷ്യൻ തേജസ്സിൽ നിന്ന് വീണുപോയപ്പോൾ, നഗ്നനായി തീർന്നു കഴിഞ്ഞപ്പോൾ അവനെ ഉടുപ്പിക്കുവാൻ വേണ്ടി കർത്താവ് തന്നെ ഒരു കുഞ്ഞാടിനെ ഇറക്കുവാനിടയായി. ആ ആടിൻ്റെ പുറം തോലെടുത്താണ് ആ മനുഷ്യൻ്റെ നഗ്നതയെ മറച്ചത്. മനുഷ്യനാദ്യമായി ധരിക്കുവാൻ ലഭിച്ച വസ്ത്രമതായിരുന്നു. അത് യാഗങ്ങളുടെ ആരംഭമാണ്. എന്നാൽ അന്ന് യാഗങ്ങളിൽ രക്തച്ചൊരിച്ചിൽ മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദ്യമായിട്ട് യാഗങ്ങളിൽ അഗ്നിയുടെ സാന്നിധ്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം ഉടമ്പടി ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അന്നു മുതൽ യാഗങ്ങളിലെല്ലാം തീയുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു.
ലേവ്യ പുസ്തകം യാഗങ്ങളുടെ പുസ്തകമാണ്. ആ യാഗങ്ങളുടെ പുസ്തകത്തിൽ ആ യാഗങ്ങൾ, അവിടെ മൃഗങ്ങളെ യാഗം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ യാഗമൃഗത്തിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങുമായിരുന്നു. യാഗമൃഗം ഭൂമിയിൽ നിന്നുള്ളത്, യാഗം ചെയ്യുന്ന പുരോഹിതൻ ഭൂമിയിൽ നിന്നുള്ളത്, യാഗത്തിന് വേണ്ടിയുള്ള ഓൾട്ടർ യാഗപീഠം ഭൂമിയിൽ നിന്നുള്ളത്, അവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എല്ലാം ഭൂമിയിൽ നിന്നുള്ളത്. എന്നാൽ ഒരു കാര്യം മാത്രം സ്വർഗത്തിൽ നിന്ന് വന്നു. എന്ത്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുവാനിടയായി, തീ ഇറങ്ങുവാനിടയായി. ആ തീ വന്ന് യാഗപീഠത്തിൽ യാഗമൃഗത്തെ കത്തിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുന്നത്. ആ യാഗം ദൈവം ആ യാഗത്തിൽ പ്രസാദിക്കുവാനിട വരുന്നത്. അതേപോലെ പുതിയ നിയമത്തിലും യാഗങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിപരമാകുന്ന ആരാധന ദൈവസന്നിധിയിൽ യാഗമായി തീരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 പത്രോസ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നത് നാം രാജകീയ പുരോഹിത വർഗമെന്നാണ്. രാജകീയ പുരോഹിത വർഗം യാഗം ചെയ്യുന്നവരാണ്. എന്ത് യാഗമാണ് നാം പുതിയ നിയമത്തിൽ ചെയ്യുന്നത്? ആത്മീക യാഗമാണ്. എന്താണ് ആത്മീക യാഗം? സ്പിരിച്വൽ സാക്രിഫൈസ്. എബ്രായ ലേഖനം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രയാഗമെന്ന അധരഫലം, അധരഫലം, സ്തോത്രയാഗമെന്ന അധരഫലം. അധരം, നമ്മുടെ അധരത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ അധരത്തിന് ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയും, ഫ്രൂട്ട്സിനെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്. നമ്മുടെ അധരങ്ങൾക്ക് ഫ്രൂട്ട്സിനെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ആപ്പിൾ പോലെ, മാങ്ങ പോലെ ഫ്രൂട്ട്സിനെ പുറപ്പെടുവിക്കുവാൻ കഴിയും. പക്ഷേ നാം പുറപ്പെടുവിക്കുന്ന ഫ്രൂട്ട്സ് എന്താണ്? നാം അധരത്തിലൂടെ പുറപ്പെടുവിക്കുന്ന ഫലം എന്താണ്? നല്ല വാക്കുകൾ, സ്തോത്രം. അധരം പുറപ്പെടുവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫ്രൂട്ടാണ് സ്തോത്രം എന്ന് പറയുന്നത്. ആ സ്തോത്രം ഒരു യാഗമായി തീരും. അങ്ങനെയെങ്കിൽ ആ സ്തോത്രത്തിൻ്റെ മേൽ എന്തു വരുവാനിട വരും? അഗ്നി വരുവാനിട വരും. നിങ്ങൾ ഹല്ലേലൂയ പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തോത്രത്തിൻ്റെ മേൽ അഗ്നി വരികയാണ്. കർത്താവ് അതിൽ പ്രസാദിക്കുമ്പോൾ സ്വർഗീയമാകുന്ന അഗ്നി ആ സ്തോത്രത്തിൻ്റെ മേൽ വരുവാൻ പോകുന്നു. അത് സ്തോത്രയാഗമായി തീരുന്നു. ആ സ്തോത്രയാഗം അധരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവം അതിൽ പ്രസാദിച്ച് ദൈവികമാകുന്ന ആശീർവാദങ്ങൾ ആ വ്യക്തിയുടെ മേൽ ചൊരിയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ, അവരുടെ മേൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. അവരുടെ നാവിൻ്റെ മേൽ തീ കത്തി, അവരുടെ പ്രവൃത്തികളുടെ മേൽ തീ കത്തി, അവരുടെ കൈകളുടെ മേൽ തീ കത്തി, അവരുടെ ശരീരത്തിൽ തീ കത്തി. അന്നു മുതൽ അവർക്ക് പഴയ നിലവാരത്തിൽ ജീവിക്കേണ്ടതായിട്ട് വന്നില്ല. ജീവിതമാകമാനം പുതുക്കമാർന്ന ഒരനുഭവത്തിലേക്കും അഗ്നിമയമാകുന്ന ഒരനുഭവത്തിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞു. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് വിജയം ലഭിക്കുവാനിടയായി. അവരുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ കണ്ട് അവർക്ക് പരാജയപ്പെട്ട് ഓടേണ്ടതായിട്ട് വന്നില്ല. അവർ പുറപ്പെടുവിക്കുന്ന വചനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ കോട്ടഡായിട്ടുള്ള വചനങ്ങളായിരുന്നു. ആ വചനങ്ങളിലെല്ലാം അഗ്നിയുടെ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പോയ ദേശങ്ങളിലെല്ലാം അവർ പറഞ്ഞ വാക്കുകൾ പ്രവർത്തിക്കുവാനിടയായത്, ക്രിയ ചെയ്യുവാനിടയായത്. അങ്ങനെ ദേശങ്ങൾ തന്നെ മാറിയില്ലേ? ദേശങ്ങൾ മാറുവാനിടയായി. പൗലോസ് തെസ്സലോനിക്കയിൽ ചെന്നു, ആ ദേശത്തിന് മാറ്റമുണ്ടായി. ഫിലിപ്പിയിൽ ചെന്നു, ആ ദേശത്തിന് മാറ്റമുണ്ടായി. കൊരിന്തിൽ ചെന്നു, ആ ദേശത്തിന് മാറ്റമുണ്ടായി. നിങ്ങൾക്കും ഇതേ അനുഭവം പ്രാപിക്കുവാൻ കഴിയും. തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരികയാണ് എങ്കിൽ അഗ്നിമയമാകുന്ന ഒരനുഭവം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും. അഗ്നിമയമാകുന്ന ഒരനുഭവം നിങ്ങൾ പ്രാപിക്കുകയാണെങ്കിൽ ജീവിതമാകമാനം മാറും. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ മാറ്റം സംഭവിക്കുവാനിടവരും. നിങ്ങൾ പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ തക്ക ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനിടവരും. നിങ്ങളുടെ ഭവനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാനിടവരും. നിങ്ങൾക്കറിയാമോ, തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയില്ല. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുകയാണെങ്കിൽ രോഗാത്മാക്കൾക്ക് പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ തുടരുവാൻ കഴിയുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദർഭത്തിൽ തന്നെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ സൗഖ്യമാകും. അത്ഭുതം നിങ്ങളിൽ സംഭവിക്കുവാനിടവരും. നിങ്ങളെ നാളുകളായി ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ തീക്കകത്ത് കത്തിപ്പോകുവാനിടവരും. ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഈ സന്ദർഭത്തിൽ തന്നെ, ഞാൻ ഈ വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളെ സ്പർശിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന മുറികളിൽ ആ ആത്മസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുകയാണ്. ഏത് വേദനകളിലൂടെയോ രോഗങ്ങളിലൂടെയോ ദുഃഖങ്ങളിലൂടെയോ പ്രതിസന്ധികളിലൂടെയോ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിലും ഇപ്പോൾ തന്നെ ഒരത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. ഇപ്പോൾ തന്നെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ ഇടവരട്ടെ. അവിടുത്തെ അഗ്നിയുടെ സ്പർശനം നിങ്ങൾ അനുഭവിക്കുവാൻ ഇടവരട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ സ്പർശിക്കുവാനിടവരണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു അത്ഭുത സ്വാധീനം അവർ അനുഭവിക്കുവാനിടവരട്ടെ. ആത്മാവിന്റെ തീ തന്നെ അവരുടെ മേൽ കത്തുവാനിടവരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി തന്നെ അവരുടെ മേൽ കത്തുവാനിടവരട്ടെ. നാളുകളായി രോഗം അനുഭവിക്കുന്നവർ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകുവാനിടവരട്ടെ. സ്വാതന്ത്ര്യമില്ലാതെ തങ്ങളുടെ പുരോഗതികൾ തടയപ്പെട്ട്, മുന്നേറ്റങ്ങൾ തടയപ്പെട്ട് ദുഃഖങ്ങളിലും നിരാശകളിലുമായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടുവാനിടവരട്ടെ. അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുവാനിടവരട്ടെ. ആ നിലയിൽ ഇനിയും അവർ തുടരേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ കർത്താവരെ സൗഖ്യമാക്കട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആർത്രൈറ്റിസ് രോഗികൾ സൗഖ്യമാകട്ടെ. വളരെ ക്രോണിക്കാകുന്ന ആർത്രൈറ്റിസ് രോഗം മൂലം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരോ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ നിമിഷത്തിൽ തന്നെ ആ ദുരാത്മാക്കൾ നിങ്ങളെ വിട്ടുപോകട്ടെ. നിങ്ങളുടെ ശരീരം സൗഖ്യമായി തീരുവാനിടവരട്ടെ. ചില വ്യക്തികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിമയമാകുന്ന അനുഭവം ഉണ്ടാകുന്നു. രഞ്ജിനി എന്നൊരു പേര് എൻ്റെ അത്തരത്തിൽ വരുന്നു. രഞ്ജിനി, നിന്നെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തൊടുകയാണ്. നിന്റെ ജീവിതത്തിലെ തകർച്ച, നിന്റെ കുടുംബം നേരിടുന്ന പ്രതിസന്ധി യേശുവിൻ നാമത്തിൽ മാറിപ്പോകുവാനിടവരട്ടെ. അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവേ. വലിയ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചെയ്യണം കർത്താവേ. അഗ്നിമയമാകുന്ന അനുഭവത്തിൽ അവർ ജീവിക്കുവാനിടവരണമേ. അവരുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രങ്ങൾ യാഗമായി തീരട്ടെ, അഗ്നിമയമായി തീരട്ടെ. അങ്ങത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിമയമാകുന്ന അനുഭവത്തിൽ വരുന്ന ദിവസങ്ങൾ നിങ്ങൾ ജീവിക്കുവാനിടവരട്ടെ. വീണ്ടും ഇതേ ചിന്തകൾ ഞാൻ തുടരുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡും കാണുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധിയായി ആശീർവദിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.